ഫുജൈറയിലെ പള്ളിയിൽ നിന്നും ഖുർആൻ വചനങ്ങളുടെ മാധുര്യമാർന്ന മാന്ത്രിക ധ്വനികൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ഫുജൈറയിലും പരിസര പ്രദേശങ്ങളിലും നീണ്ട 3 പതിറ്റാണ്ട് സേവനത്തിന് ശേഷം UAE ഔക്കാഫിൽ നിന്ന് ആ മലയാളി പണ്ഡിതൻ പടിയിറങ്ങുന്നു. ഈ നാട് വിട്ടുപോകുന്നത് നമ്മുടെ മുഴുവൻ മലയാളികളുടെയും മുഴുവൻ ഇന്ത്യക്കാരുടെയും എന്ന് പറയാൻ പോറ്റമ്പയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു അജലുണ്ടാകും. ഔക്കാഫിലും അറബികൾക്കുമിടയിൽ ഷെയ്ഖ് മംഗലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പാലക്കാടുകാരനായ മംഗലാത്ത് വളപ്പിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് 33 വർഷത്തെ സേവനം മതിയാക്കി തൻ്റെ 70ാമത്തെ വയസ്സിൽ ഔക്കാഫിൽ നിന്നും പടിയിറങ്ങുന്നത്. UAEയിലെ മലയാളികൾ കൂടുതലായി എത്താറുള്ള ഇമാം ഷാഫി മസ്ജിദ് ഉൾപ്പെടെ ഫുജൈറയിലെ 4 പള്ളികളിലായാണ് അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 2ാമത്തെ ആഴ്ചയിൽ കലുഷിതാന്തരീക്ഷത്തിൽ മുംബൈ ഫുജൈറ ഇന്ത്യൻ എയർലൈൻ വിമാനത്തിൽ UAEയിലെ തീരപ്രദേശമായ ഫുജൈറയിൽ എത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാസത്തിന്റെ തുടക്കം. ഭാര്യ സഹോദരന്മാർ നൽകിയ ഒരു വിസയിലായിരുന്നു ഫുജൈറയിലെത്തുന്നത്. 1 മാസത്തോളം ദിബ്ബയിലുള്ള കടയിൽ ജോലി ചെയ്തു. തുടർന്ന് കൽബ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഔദ്യോഗിക മുസ്ലിയാരായി താൽക്കാലികമായി ചുമതലയേറ്റു. പിന്നീട് 1 വർഷത്തോളം ആ ജോലിയിൽ തുടർന്നു. ശേഷം കൽബയിലെ താമസമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ഒരു പാകിസ്ഥാനി ഇമാം അവധിക്ക് പോകുന്ന ഒഴിവിൽ 45 ദിവസം പകരക്കാരനായി ഇമാമിന്റെ ജോലി ചെയ്തു. അവിടെ അറബികൾക്ക് ഹദീസ് കിതാബ് ദർസും നടത്തിയിരുന്നു. ദർസും ഇമാമത്തും സമീപനങ്ങളുമെല്ലാം ആ മഹലിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അവിടുത്തെ പ്രമുഖരായ അറബികൾ ഔക്കാഫിൽ അന്നത്തെ ഡയറക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഒരു പ്രാഥമിക ഇന്റർവ്യൂവിന് ശേഷം ദുബായ് ഔക്കാഫിലേക്ക് കത്തു നൽകുകയും അവിടെ വെച്ച് നടന്ന അഭിമുഖത്തിൽ പാസ്സാവുകയും സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. 1993 നവംബറിൽ UAE ഔക്കാഫിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയും ഫുജൈറയിലെ ഖുറയ്യ പള്ളിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 73 മുതൽ 92 വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. അവിടോട്ട് പോകും. ആ ആളുകളുമായിട്ട് ഇന്നിപ്പോൾ നല്ലോണം ബന്ധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാധ്യമത്തിൽ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. 15 വർഷം അവിടെയും പിന്നീട് ഫുജൈറ ടൗണിൽ 10 വർഷവും ശേഷം 2017 മുതൽ ഇതുവരെ ഫുജൈറ ഷെയ്ഖ് പാലസിനടുത്തുള്ള മുഡബ് പാർക്കിന് സമീപമുള്ള പള്ളിയിലും സേവനം ചെയ്തു. ഇപ്പോഴിതാ ഓഗസ്റ്റ് 31 പ്രായപരിധി കഴിഞ്ഞതിനാൽ ജോലിയിൽ നിന്നും വിരമിച്ചു. നീണ്ട 33 വർഷത്തിനിടയിൽ ഈ മണ്ണിനെ സ്നേഹിച്ച തനിക്ക് മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, വീട് നിർമ്മാണം, ഹജ്ജ് കർമ്മം എല്ലാം നിർവഹിക്കാൻ അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഭാഗ്യം ലഭിച്ചു എന്നാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയുന്നത്. നാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ സഹായം എത്തിക്കാനും അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു നിയോഗമായി. 2022 ജൂൺ 11 അൽ ഐനിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഭാര്യ സുബൈദ വേർപിരിഞ്ഞത് മാനസികമായി സങ്കടത്തിലാഴ്ത്തി. 2ാമത് വിവാഹം കഴിച്ച സഫൂറയാണിപ്പോൾ കൂടെയുള്ളത്.